ഞാൻ ഒന്നും ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചാൽ അങ്ങനെ ആഗ്രഹിക്കാറില്ല ബാക്കിയുള്ള ആഗ്രഹം. മുമ്പൊരിക്കൽ പറഞ്ഞ കാര്യം ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ വേറെ തരത്തിൽ പറയും. അന്ന് മുമ്പൊരിക്കലല്ലേ? അല്ല, ശരിക്കും സത്യമായിട്ടാണ് ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊരു വലിയ ഡിസയർ ഇല്ല. ഇതാണ് ഡിസയർ എന്ന് പറയുന്നത്. ആഗ്രഹങ്ങൾ തിരമാല പോലെയാണെന്നാണ്, ഒന്നിനു പുറകെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ രീതിയിൽ പൊയ്ക്കോട്ടെ, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പൊക്കോളാം. ഒരു മലയാളി ചെന്നെത്താവുന്ന ഏറ്റവും വലിയ ഉന്നതിയിൽ നിൽക്കാൻ അങ്ങനെ മലയാളി എന്നില്ലല്ലോ സിനിമയിൽ. അതാണ് സിനിമ എന്നുള്ള ഒരു, ഞാൻ പറഞ്ഞ ഒറ്റ ലാംഗ്വേജേ ഉള്ളൂ. ഞാനിവിടെ അതിൻ്റെ ഭാഗമായെന്നേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് അങ്ങനെയല്ല, ഒരു പിനാക്കിൾ എന്ന് പറയുന്നത് ഇല്ലല്ലോ. ജനിത്ത് എന്നൊക്കെ ഒരു വാക്കാണ്. ഏറ്റവും ഹയസ്റ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, ഞാൻ അവിടെ താഴോട്ട് ചാടാം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അതിൻ്റെ ഏറ്റവും വലിയ ഉന്നതി എന്നൊന്നും ഞാൻ ഇതിനെ കാണുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ഒരുപാട് അംഗീകാരങ്ങൾ പല തവണ കിട്ടിയിട്ടുണ്ട്, പല ആവർത്തി കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും എല്ലാവരും ഡയറക്ടറിന് അടുത്ത് നിൽക്കുന്ന എല്ലാവരും പറയുന്നത് വീണ്ടും ഗ്രൗണ്ട് ടു എർത്താണ്. ഈ അംഗീകാരങ്ങൾ കിട്ടാൻ നേരത്ത് എപ്പോഴും താഴത്തേക്ക് എങ്ങനെയാണ് ഇത്രയും അധികം ഇറങ്ങിച്ചെല്ലുന്നത്? പിന്നെ മുകളിലേക്ക് കയറുമ്പം കൂടെ നിൽക്കുന്നവരെ നോക്കുക. കാര്യം താഴേക്ക് ഇറങ്ങുമ്പോഴും അവരുണ്ടാവും സപ്പോർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ മുകളിൽ ഇവരെ നോക്കാതെ പോയി കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ആരും നിങ്ങളെ നോക്കില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സന്തോഷം, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈ നിങ്ങളുടെ വിലയേറിയ സമയത്തിന്, നിങ്ങളുടെ ഈ സ്നേഹത്തിന്, നിങ്ങളുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദി. താങ്ക് യു.